ജോൺ ഒറ്റയ്ക്ക് വന്നേ? ഇങ്ങനെയൊക്കെ വൈകിട്ടെങ്കിൽ എത്തും. നന്നായിട്ട് ഒരുക്കിട്ടുണ്ടല്ലോ. തന്റെ മൂത്ത മോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്തല്ലേ പറ്റൂ. ഒന്നല്ലെങ്കിലും താനവളെ എനിക്ക് കെട്ടിച്ചേരാൻ പോവല്ലേ. അവളിനി സമ്മതിക്കാതൊന്നും ഒരിക്കല്ലോ അല്ലേ? എന്റെ പൊന്നു സുധാകര, അവളുടെ കാര്യം ഓർത്തും താൻ ടെൻഷൻ അടിക്കണ്ട. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. താൻ തൽക്കാലം ആ വിശ്വ ഗ്രൂപ്പിലെ പ്രകാശ് സാർ വരുമ്പോ അയാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അത് ഞാൻ നോക്കിക്കോളാം. താൻ ധൈര്യമായിട്ടിരിക്കെ. സുധാകരൻ അവിടെ നിന്ന് പോയതും കരഞ്ഞുകൊണ്ട് നീലിമ ഓടിക്കയറി അങ്ങോട്ടേക്ക് വന്നതും ഒരേ സമയത്തായിരുന്നു. എന്റെ മോനെ ആരും തട്ടിക്കൊണ്ടുപോയി. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണം. മോനോ? ഏത് മോൻ? ഇവിടുന്ന് പോകുമ്പോ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നല്ലോ. ഓസ്ട്രേലിയ പോയപ്പോ കിട്ടിയതാണോ ഈ മോൻ? കുത്തി നോവിക്കേണ്ട സമയമല്ല ചെറുമേത്. എനിക്ക് എന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ. മോനെ കാണാതായെങ്കിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. നീ ആഗ്രഹിച്ചുണ്ടായതൊന്നും അല്ലല്ലോ. എവിടെങ്കിലും പോയി തൊലയട്ടെ. അങ്ങനെയൊന്നും പറയല്ല. ഈ ലോകത്ത് എനിക്ക് സ്വന്തം പറയാൻ മാത്രമേ ഉള്ളൂ. അവരെന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ സമയം കൈകൾ കോർത്തു പിടിച്ച് വിവാഹ നിശ്ചയ വേഷത്തിൽ അഞ്ജലിയും ആദിയും അവിടേക്ക് കടന്നു വന്നു. വന്നോ? അഞ്ജലി, ആദി, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ മകനെ കാണാനില്ല. അവനെ ആരോ പിടിച്ചോണ്ട് പോയതാ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ സഹായിക്കാൻ അച്ഛനോട് ഒന്ന് പറയാവോ? അപേക്ഷയോടെ ആദിയുടെ കാല് വരെ പിടിക്കാൻ അവൾ തയ്യാറായി. അഞ്ജലിയും സത്യഭാമയും അത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്റെ ചേച്ചി എന്നോട് ചെയ്തത്? നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതൊന്നും നടക്കുന്നത് ഈ ചേച്ചിക്ക് ഇഷ്ടമല്ല. ആദിയോടുള്ള സ്നേഹം ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല അല്ലേ? ഈ വിവാഹ നിശ്ചയം കലക്കാൻ ചേച്ചി മനഃപൂർവ്വം വന്നിരിക്കുന്നത്. ആ വാക്കുകൾ വാസുദേവനെ ശരിക്കും ഒരു രാക്ഷസനാക്കി മാറ്റി. അയാൾ പെട്ടെന്ന് തന്നെ നീലിമയെ അവിടെ നിന്നും വലിച്ചുകൊണ്ടുപോയി. അവളുടെ പ്രതിരോധമൊന്നും അയാൾ കാര്യമാക്കുന്നതേ ഉണ്ടായിരുന്നില്ല. നീലിമയെ വാസുദേവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് അഞ്ജലിയും സത്യഭാമയും ആസ്വദിച്ചു കൊണ്ടു നിന്നു. ആദ്യപ്പോഴും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കുകയായിരുന്നു. ഇനിയൊരക്ഷരം നീ മിണ്ടിയ ഇവിടെ കിട്ടുന്ന ഞാൻ കാശ് ഉപകാരമില്ലാത്ത നിന്നെ പോലൊരുത്തി ഇവിടെ കിടന്ന് ചത്ത എന്റെ അടുത്ത് ചോദിക്കാനും പറയാനും ഒരുത്തനും വരത്തില്ല. എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് മാത്രമല്ല ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ശരി, ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം. പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. അല്ലെങ്കിൽ ബീഹാറിലും മുംബൈയിലും പിച്ചെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഒരാളായി നിന്റെ അച്ഛൻ മാറും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എനിക്ക് എന്റെ അച്ഛനെ മാത്രം കിട്ടിയാൽ മതി. അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങളുടെ കമ്പനി 500 കോടി രൂപയുടെ ഒരു ഡീലിനായി അവരുടെ പുറകെയാണ്. കമ്പനിയുടെ CEO സിദ്ധാർത്ഥ് ഇതുവരെ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. സിദ്ധാർത്ഥിനോട് സംസാരിച്ച് ആ 500 കോടിയുടെ ഡീൽ നീ എനിക്ക് ശരിയാക്കി തരണം. ഞാനതൊക്കെ എങ്ങനെ ചെയ്യാനാ? ആ സിദ്ധാർത്ഥിനെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ഈ ലോകത്ത് സിദ്ധാർത്ഥിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഡീൽ സൈൻ ചെയ്യിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് നിങ്ങൾ തമ്മിൽ ഹോട്ടലിൽ വെച്ച് കണ്ടതും നിന്റെ മോന്റെ കൈപിടിച്ച് സിദ്ധാർത്ഥ് കറങ്ങി നടന്നതും ഒക്കെ എനിക്കറിയാം. വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആരെക്കുറിച്ചാണ് വാസുദേവൻ പറയുന്നത് എന്ന ചിന്ത നീലിമയെ കൊണ്ടെത്തിച്ചത് അവനിലായിരുന്നു. തന്റെ ഒപ്പം കുറച്ചു മുമ്പുണ്ടായിരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു എന്നത് നീലിമയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. നാടകമൊന്നും വേണ്ട. ഇനി നിന്റെ കുഞ്ഞിന്റെ ജീവൻ നിന്റെ മാത്രം കൈകളിലാണ്. ഇതും പറഞ്ഞ് വാസുദേവൻ പുറത്തേക്ക് പോയപ്പോഴേക്കും അഞ്ജലി ആ മുറിയിലേക്ക് കയറി വന്നു. ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല. നീ ഇപ്പൊ ആദ്യം തല്ലിയതൊക്കെ ഞാനങ്ങ് മറക്കും. അതുമാത്രമല്ല, ഇനി ഞങ്ങൾ പറയുന്നതൊക്കെ നീ കേട്ടാ ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരാം. നിന്റെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് എനിക്കറിയാം.
അഞ്ജലി ആ പറഞ്ഞത് കേട്ട നീലിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നിനക്കും അറിയണ്ടേ അത്? വർഷങ്ങളായി താൻ തേടി നടക്കുന്നത് ആരെയാണെന്ന് അഞ്ജലിക്ക് അറിയാമെങ്കിൽ അതെങ്ങനെയും അവളിൽ നിന്ന് അറിയണമെന്ന് നീലിമ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ അതിനൊന്നുമല്ല താൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവും നീലിമയ്ക്കുണ്ടായിരുന്നു. ആദ്യം തന്റെ മകനെ കണ്ടെത്തണം, അത് കഴിഞ്ഞു മതി ബാക്കിയൊക്കെ. നീലിമ ആ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി. അച്ഛൻ പറയുന്ന പോലെയല്ല ഞാൻ കേൾക്കാം. പക്ഷെ ആദ്യം എന്റെ മകനെ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. ആദ്യം ഞങ്ങൾ പറഞ്ഞ നീ ചെയ്യ്, അതിനുശേഷം ബാക്കിയൊക്കെ ആലോചിക്കാം. നീലിമയുടെ കണ്ണീരിന് പുല്ലുവില നൽകിക്കൊണ്ട് വാസുദേവൻ വിവാഹ നിശ്ചയത്തിനെത്തിയ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു. നീലിമയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? വയറക്കടി, ആളുകൾ കേൾക്കുന്നു. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവരും അറിയട്ടെ. അതെടി, എന്റെ സ്വഭാവം വളരെ മോശമാണ്. അതുകൊണ്ട് നിന്റെ കുഞ്ഞിനെ ജീവനോടെ ബാക്കി വെക്കുമെന്ന് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. വാസുദേവന്റെ വായിൽ നിന്നും വന്ന ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നീലിമ നിശബ്ദയായി. അവൾ വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്താ എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? നിങ്ങളല്ലേ എന്നെ മോനെ പിടിച്ചോണ്ട് പോയത്? The king is back. Bow down. The king is back. തന്നെ താങ്ങിപ്പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ നീലിമ തലയുയർത്തി നോക്കി. ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ ഞെട്ടി. രാവിലെ ഹോട്ടലിൽ വെച്ച് താൻ കണ്ട അതേ യുവാവ്, തന്നോട് കാറിൽ വെച്ച് മോശമായി സംസാരിച്ച അതേ ആള്, തന്റെ അച്ഛൻ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കോടീശ്വരൻ സിദ്ധാർത്ഥ്. The king is back. Bow down. The king is back. സിദ്ധാർത്ഥ് സാർ, ചെല്ലേ. അല്ല, സാറെന്താ ഇവിടെ? CCTV ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യണം. കം. വരൂ സർ. സിദ്ധാർത്ഥ് സാറേ, ആ വണ്ടി നമ്പർ ഫേക്കാ. സാർ, അവര് പറഞ്ഞത് സത്യം. ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട്. അവര് ബുക്ക് ചെയ്ത ആഡംബരക്കാർ ഇതായിരുന്നില്ല. ആ വണ്ടി പിന്നീടാ വന്നത്. ഞാനിപ്പോ വന്നത് തന്റെ ഈ മോളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. ഇവളുടെ കൊച്ചിന്റെ തന്ത ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? അത് ഞാനാ. ഇനി എന്തെങ്കിലും അറിയണമെന്നുള്ളവര് മുന്നോട്ട് വാ. ഇനിയും ഒരു 100 പേര് വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെ ഓർമ്മകൾ കടന്നുപോയി. തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി. ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തലകുനിച്ചു നിൽക്കുകയായിരുന്നു. ആരോരുമില്ലാത്ത നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവിടേക്ക് സിദ്ധാർത്ഥ് എത്തിയത് എന്തിനാണ്? ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ? കാണാതായ അച്ചുവിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ? മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവർ പറയാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ആവേശം ജനിപ്പിക്കുന്ന ട്വിസ്റ്റുകളുടെ പെരുമഴക്കാലത്തിലേക്ക് നിങ്ങൾക്കും സഞ്ചരിക്കണ്ടേ? അതിനായി പോക്കറ്റ് FM ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ ഉടൻ തന്നെ. ഡൗൺലോഡ് ദി ആപ്പ് നൗ.